സംഗീത സംവിധായകൻ രമേശ് നാരായണന് ആസിഫ് അലി ഉപഹാരം നൽകിയതാണ് വിവാദമായത്. എന്താ സംഭവം? പറ കേക്കട്ടെ. ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം കൈപ്പറ്റിയ രമേശ് നാരായൺ സംവിധായകൻ ജയരാജിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഉപഹാരം ഏൽപ്പിച്ച ശേഷം തനിക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെട്ടതാണ് വിവാദത്തിനിടയാക്കിയത്. കൊറേ പൊണ്ണത്തടിയൊക്കെ ഉണ്ടെങ്കിലും ആള് വെറും മണ്ണുണ്ണിയ. പക്ഷേ രമേശ് നാരായണനെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അതിനുശേഷം ചുറ്റുന്നു ആസിഫ് അലിയോട് നീ പൊക്കോ എന്ന് പറയുന്നു. അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ. ശകലകലാവല്ലഭൻ. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നതുപോലെ. ചുറ്റും നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ട് എന്ന് കരുതുന്ന സംവിധായകൻ ജയരാജിന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ. അയാളുടെ മോന്തണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ സംവിധായകൻ ജയരാജ് സംഗീതജ്ഞൻ രമേശ് നാരായണന് പുരസ്കാരം നൽകുന്നു എന്നതാണ് അവിടെ നടന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടി പറ്റി ഷോ നടത്താനല്ല തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.